മണ്ഡല പുനർനിർണയ ബില്ലിന്റെ പുതിയ കരട് രൂപം തയ്യാറാക്കാൻ നടപടി ആരംഭിച്ച കേന്ദ്ര നിയമ മന്ത്രാലയം. പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താകും പുതിയ ബില്ല്. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ പുതിയ വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു ഈ ബില്ലിന്റെ കാര്യത്തിൽ നമുക്കറിയാം. അതുകൂടി പരിഗണിച്ചാവും പുതിയ നടപടികളിലേക്ക് കടക്കുക എന്നാണ് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനത്തിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ല് അവതരിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ബില്ലിന്റെ കരടിന് രൂപം നൽകുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്ര നിയമ മന്ത്രാലയത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ബില്ല് ഈ പാർലമെന്റിൽ വേണ്ട പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് അത് പാസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ ബില്ലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിമർശനങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. ലോക്സഭയിലെ സീറ്റുകൾ ഈ നിലവിലുള്ളത് 850 ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള കുറവുണ്ടാകും, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകും എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആശങ്കകളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് ഉയർന്നിരുന്ന വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തി കരട് ബില്ല് തയ്യാറാക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര നിയമ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിലെ വിമത എംപിമാരുടെയും DMK-യുടെയും അതുപോലെ തന്നെ മറ്റ് ചില പാർട്ടികളുടെയും, അതായത് നേരത്തെ എതിർത്തിരുന്നതിൽ മറ്റ് ചില പാർട്ടികളുടെയും കൂടി പിന്തുണ ലഭിച്ചാൽ ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് വളരെ തിടുക്കത്തിൽ തന്നെ ഈ ബില്ല് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി ഒരു പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൂട്ടുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല. മറിച്ച് ഈ വർഷകാല സമ്മേളനത്തിലായിരിക്കും ഈ ബില്ല് വീണ്ടും പാർലമെന്റിൽ വരാൻ വേണ്ടി പോകുന്നതെന്നാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. മോത്തി, ശരി.